ഒന്നുകിൽ ഇന്നിപ്പോൾ ചമയം പ്രദർശനം, വൈകിട്ട് സാമ്പിൾ വെടിക്കെട്ട്, ഏതാണ്ട് പൂർണ്ണമായ ഒരു പൂരം വൈബിലേക്ക് നഗരി പൂരം തൃശ്ശൂർ വീണ് കഴിഞ്ഞു എന്ന് ഉറപ്പായും പറയാറായില്ലേ നിഖിൽ? തീർച്ചയായിട്ടും ഹാഷ്മി, ഇപ്പോ ശിവകുമാറിന് പിന്നാലെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും ഫിറ്റ്നസ് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആനപ്രേമികൾക്ക്, പൂരപ്രേമികൾക്ക് ഉണ്ടാവുന്ന ആഹ്ലാദം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അല്പസമയം മുൻപ് ആരംഭിച്ച ഉദ്ഘാടനം കഴിഞ്ഞ ചമയം കാണാൻ ഒരുപാടധികം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല ദേശങ്ങളിൽ നിന്ന്, പല ദിക്കുകളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളെ നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നല്ല തിരക്കാണ് ഈ പ്രദർശന നഗരിയിൽ, നല്ല തിരക്ക്, സാമാന്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പല മേഖലകളിൽ നിന്ന്. തൃശ്ശൂർക്കാരെക്കാളും കൂടുതൽ. നിങ്ങൾ എവിടുന്നാ വരുന്നത്? തൃശ്ശൂർക്കാരൻ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ എങ്ങനെയുണ്ട് ചമയം? ചമയം നന്നായിട്ടുണ്ട്. അപ്പൊ കണ്ടുപോരുന്നുള്ളൂ, ഇനി ബാക്കിയുള്ളതൊക്കെ കാണണം. എന്തായാലും തൃശ്ശൂർ പൂരല്ലേ, അപ്പൊ ചമയങ്ങളൊക്കെ എന്തായാലും നന്നാവും. അത് മനസ്സിലായില്ലേ? എങ്ങനെയുണ്ട് ചമയം? ആദ്യത്തെ തവണ എവിടുന്ന വരുന്നത്? തൃശ്ശൂരുകാര. എന്റെ അച്ഛനാണത്. അടുത്തേക്ക് നേരത്തെ കണ്ടിട്ടുണ്ടോ? ഓ, എല്ലാ വർഷവും വരാത്തത്. അതെ അതെ അതെ. കണ്ടോണ്ടിരിക്കല്ലേ, നിങ്ങളുടെ പൂരാണല്ലോ അല്ലേ? എല്ലാവരുടെയാണ്. ചേട്ടൻ എവിടുത്തെ? ഞങ്ങള് ചെറുതുരുത്തി. വളരെയധികം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നതാണ്. എല്ലാ കൊല്ലത്തെക്കാട്ടിലും ഒരുപാട് പുതുമയും വളരെ അധികം ഭംഗി, വളരെ സന്തോഷം. ഹാഷ്മി, ഇവിടെ വരുന്ന ആളുകളൊക്കെ ചോദിക്കുന്നത് ഇപ്പൊ ഈ ചമയത്തിന് ഒരുക്കിയിട്ടുള്ള ഈ കുടകൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്, എന്തൊരു വർണ്ണാഭമാണ്. അപ്പോ ഇവർ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അവരുടെ ആവനാഴിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കുടകളുണ്ടല്ലോ, സ്പെഷ്യൽ കുടകൾ, അതെത്ര മനോഹരമായിരിക്കും എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. നിങ്ങൾ എവിടുന്നാ? ഇവിടെ തന്നെ, തൃശ്ശൂർ തന്നെയാണ്. അതെ 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 അതെ. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ചമയം? ചമയം അടിപൊളിയായിട്ടുണ്ട്. ഇനിയും മറ്റേത് കാണാത്ത കുറെ മോഡൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും കാണാൻ പറ്റും. ഏത് നമുക്ക് സ്പെഷ്യൽ കുടകൾ, അത് സ്പെഷ്യൽ കൂടുതൽ കാണാൻ പറ്റും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണല്ലേ, കാത്തിരിപ്പ്. ത്രില്ലാണ്. അതാണ് തൃശ്ശൂർക്കാർ മൊത്തത്തിൽ ആ ഒരു ത്രില്ലിലാണ് ഹാഷ്മി. അപ്പോൾ ഇതിനിപ്പോ ഇന്ന് വൈകുന്നേരം വെടിക്കെട്ട് സാമ്പിളൊക്കെ നടക്കുന്നതിന് മുൻപായിട്ട് ആ ആവേശം ഇനിയും ഇരട്ടിയാകും. ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് തിരിയാൻ പോലും സമയമില്ലാത്ത തരത്തിലേക്ക്, സ്ഥലമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതിനിപ്പോ വൈകുന്നേരം ആകുമ്പോഴേക്കും മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ കൂടി കൂടുതലായിട്ട് ഇവിടേക്ക് എത്തിച്ചേരും. അപ്പോൾ അല്പം കൂടി റഷാവും. അമ്മ എവിടുന്ന വരുന്നത്? ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ്. തൃശ്ശൂരിൽ ഇപ്പൊ 3 വർഷമായി സ്ഥിരമായിട്ട് വരുന്നുണ്ട്. എന്റെ മോള് ഇവിടെയുണ്ട്, പൂങ്കുന്നത്തിരിക്കുന്നുണ്ട്, മരുമകനും കുട്ടികളെ. നന്നായിട്ട് മറ്റൊരു TV-യിൽ കാണലല്ലേ ഉള്ളൂ, ഇപ്പൊ ലൈവായി കാണുമ്പോ നന്നായിരിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുകയാണ്. പാലക്കാട് നിന്ന് വന്നതാണ്. അപ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടാവും. നമ്മുടെ നെന്മാറ ഒക്കെ അവിടെയൊക്കെ പോവാറില്ലേ? നെന്മാറ വല്ലെങ്കിൽ വേങ്ങ, പുതുശ്ശേരി വെടി ഒക്കെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ്. ഒരു പൂരപ്രേമിയാണ്. പൂരം ഇഷ്ടമാണ്, ആനയൊക്കെ ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ 7 ദിവസം പൂരണ്ട്. തിരുമാന്താംകുന്ന്, പെരുന്തൽമണ്ണ തിരുമാന്താംകുന്ന് അവിടെയുണ്ട്. കോങ്ങാടുണ്ട്. കോങ്ങാട് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ 7 ദിവസം അത് കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ അതിനും പോയി. ഓക്കെ. അതെ, ജർമ്മനിയിൽ നിന്ന് പൂരം കാണാൻ വേണ്ടി വന്നാന്ന് പറയണോ? എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടമായി, നന്നായിട്ടുണ്ട്. എന്ത് ചെയ്യണു? ജർമ്മനിയിൽ IT കൺസൾട്ടന്റ് ആണ്. സമയം ആദ്യമായിട്ടാണോ? സമയം ആദ്യമായിട്ടാണ് കാണുന്നത്. പൂരം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. അപ്പൊ തൃശ്ശൂര് വീട്ടിലേക്ക് വന്നതാണ് കാണാനായിട്ട്. അപ്പൊ ഹാപ്പി പൂരം, അടിച്ചു പൊളിക്കൂ. ഇവിടെ ഇതിന്റെ വിഷ്വൽസ് ഒക്കെ എടുത്ത് നിങ്ങളുടെ അവിടുത്തെ സുഹൃത്തുക്കളെയൊക്കെ കാണിക്കൂ, അവരൊക്കെ ക്ഷണിക്കൂ. നമ്മുടെ കേരളത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമല്ലേ, അപ്പൊ അവരെല്ലാം വന്ന് കാണട്ടെ വരുന്ന വർഷം. അപ്പൊ ആഷ്മി, ഈ തരത്തിൽ എന്താ പറയാ, ആളുകൾ ഇങ്ങനെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പൂരം. അത് ഓരോരുത്തരും അവരുടേതാക്കി മാറ്റുകയാണ്. തൃശ്ശൂർക്കാർ ഞങ്ങളുടെ പൂരം എന്ന് പറയുമ്പോൾ പുറത്തുള്ള ആളുകൾ അത് ഞങ്ങളുടേതുമാണ് എന്ന് പറയുന്നു. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ വരും ദിവസങ്ങളിൽ ഇവിടേക്ക് ഒഴുകിയെത്തും. പൂരപ്രേമികളാൽ തൃശ്ശൂർ നഗരം ചുരുങ്ങുന്ന കാഴ്ച, അവരെല്ലാവരും ഒരൊറ്റ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പൂരപ്രേമികൾ എത്തുമ്പോൾ അവർക്ക് വേണ്ടി കുറ്റമറ്റ രീതിയിലുള്ള പരാതിരഹിത, വിവാദരഹിത പൂരം ഒരുക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് സമയമൊക്കെ? ഹൗസ് സമയം? തിരുവനന്തപുരത്ത് നിന്ന് വരിക ഇതിനു വേണ്ടിയിട്ടായിട്ട്. ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും ഭയങ്കര ഫാന്റാസ്റ്റിക്, ഭയങ്കര ഒരു ഇഷ്ടമായി, നല്ല ഇഷ്ടമായി. ഇനിയും വരണം അടുത്ത. പിന്നെ എന്താ സംശയം? ഇനിയും വരണം, ഇനിയും വന്ന് പൂരത്തെ ആഘോഷമാക്കി മാറ്റണം എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഹാഷ്മി സൂചിപ്പിച്ച പോലെ തൃശ്ശൂർ പൂർണ്ണമായി പൂരം വൈബിലേക്ക് മാറിക്കഴിഞ്ഞു. ഹാഷ്മി. ഓക്കെ, നിഖിൽ പ്രമേഷാണ് ചമയ വേദിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ഒരുപാട് പേർ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇനിയിപ്പോൾ തൃശ്ശൂരിലേക്ക് നാടിൻ്റെ പല ഭാഗത്തുനിന്നും ചെറിയ ചാലുകൾ വെട്ടി അങ്ങോട്ടേക്ക് ഒഴുകുന്നത് പോലെ ഒരു ചെറിയ മനുഷ്യ പുഴകൾ ഒഴുകി അങ്ങോട്ടേക്ക് പോയ ഒരു മനുഷ്യ കടൽ ആവാനുള്ള ഒരുക്കത്തിലാണ്. തൃശ്ശൂർ പൂരം വൈബിലാണ്.